സാർഗം കിച്ചണിൽ മീൻ മുളകിൽ പറ്റിച്ചതാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: വറ്റമീൻ 1 കിലോനാണ് എടുത്തുള്ളത്. വറ്റമീൻ നന്നാക്കുമ്പോൾ വാലിൻ്റെ അവിടെ ഒരു തിണ്ട് പോലെ ഉണ്ട്, അത് നമ്മളിങ്ങനെ ചെത്തിയെടുക്കണം, അപ്പോഴാണ് മീൻ ക്ലിയർ ആവുള്ളൂ. അത് 1 കിലോ വറ്റമീൻ. പിന്നെ ചുവന്നുള്ളി 4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കൊടമ്പുളി 6 എണ്ണം വെള്ളത്തിൽ കുതിർത്തി വെച്ചത്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, വേപ്പില. ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി നല്ല നിറം കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് ചൂടുള്ള വെള്ളമാണത്, നമുക്കൊന്ന് കുഴച്ചെടുക്കാം. പെട്ടെന്ന് മസാല കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. ഈ പൊടികളൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. മീൻകറി നമ്മളെപ്പോഴും മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കണം. അതിന് വേണ്ടി ആദ്യം ഒരു മൺചട്ടി വെച്ച് വെള്ളം വറ്റുമ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത്, വെളിച്ചെണ്ണ 1/4 കപ്പ് വീറ്റാം. 5-6 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, വലിയ പച്ചമുളക് അരിഞ്ഞത് 3 എണ്ണാക്കിയതാണ്. 5-6 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചെറുതാക്കി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 15 അല്ലി നീളത്തിലരിഞ്ഞത്, ചുവന്നുള്ളി 2 ടേബിൾ സ്പൂൺ. ഇതൊന്ന് ജസ്റ്റ് വാടി വരണം. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം. പെട്ടെന്ന് തന്നെ ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും വാടി കിട്ടും. 2 തണ്ട് വേപ്പിൻ്റെ ഇല ചേർത്ത് നമുക്ക് വഴറ്റാം. മൂത്ത് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. തേങ്ങാപ്പാൽ ചേർക്കാത്ത കറിയാണിത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഒരു ദിവസം വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇരുന്നാൽ നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടും. മീൻകറിയൊക്കെ അങ്ങനെയാണ്, വെച്ചപ്പം തന്നെ കഴിക്കരുത്. പിറ്റേ ദിവസം തൊട്ടാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഏത് മീനും നമുക്കിങ്ങനെ ചെയ്യാം. ദശക്കട്ടിയുള്ള മീനാണ് ടേസ്റ്റ് കിട്ടുക. ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ വാടിയിട്ടുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. പിന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ വേണം അരപ്പിട്ടിട്ട് നമ്മൾ ചെയ്യാനായിട്ട്. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത്, കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർക്കാം. അതിലേക്ക് ചൂടുവെള്ളത്തിൽ കലക്കി വെച്ച മസാലപ്പൊടികൾ ചേർക്കാം. സ്റ്റവ് ചുരുക്കിയിട്ടിട്ട് വേണം ചേർക്കാനായിട്ട്. കുറച്ച് വെള്ളം ചേർത്ത് കഴുകിയെടുക്കും. നേരത്തെ വെച്ച ചൂടുവെള്ളം തന്നെയാണ് ചേർത്ത് കഴുകിയെടുക്കും. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് തിളപ്പിക്കാം. വെള്ളത്തിലിട്ട കുടമ്പുളിയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതൊന്ന് മൂടി വെച്ച് തിളച്ചിട്ട് ശേഷം നമുക്ക് മീൻ ചേർക്കാം. ഒന്ന് മൂടി വയ്ക്കാം. കുടമ്പുളി ഇട്ട് 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് വെച്ച് നുറുക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർക്കാം.
വറ്റയ്ക്ക് പിന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോവില്ല. ഉടയണ മീനാകുമ്പോൾ നമുക്ക് തള വന്നതിന് ശേഷം ചേർത്താൽ മതി. ഇത് നല്ല മുറുക്കുള്ള മീനായ കാരണം ആദ്യമേ തന്നെ ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് തിളച്ചതിന് ശേഷം വേണം ഇനി നമുക്ക് നമ്മൾ കോരി വെച്ച് അരപ്പിട്ട് മീൻകറി പാകാക്കാം. വറ്റയ്ക്ക് നല്ല മുറുക്കുള്ള മീനാണ്. ഒരു മീഡിയം സൈസ് വറ്റിനത്. 2 തണ്ട് വേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് നല്ലവണ്ണം തിളയ്ക്കുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് എണ്ണ തെളിയണം നമുക്ക്. അപ്പോഴാണ് ഈ മീൻ കഷ്ണം പാകാവുള്ളൂ. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിയിൽ ഉപ്പോ ഒക്കെ പോരായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. പുളിയോ ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ നേരത്തെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഞാൻ ചേർത്തു. കുടമ്പുളിയൊക്കെ പാകണം. ഇനി നമുക്ക് മൂടി വെച്ച് ഒന്നും കൂടി എണ്ണ തെളിയണ വരെ തിളയ്ക്കണം. ഒരു 10 മിനിറ്റും കൂടി തിളയ്ക്കണം. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്താവുമ്പോൾ ഈ കറി പാകാവും. ഇനി ഇത് മൂടി വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. ചാറൊക്കെ കുറുകി നല്ല ടേസ്റ്റ് ആയിട്ട് കറി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ചാറൊക്കെ കുറുകി വന്നിട്ട് ഇനി നമുക്ക് വറ്റിക്കണമെങ്കിൽ ഒന്നും കൂടി ഒരു 4 മിനിറ്റ് കൂടി ഇട്ട് വറ്റിക്കുക. ഇതിപ്പോൾ ഏകദേശം മീനൊക്കെ വെന്തുണ്ട്. ചിലർക്കൊക്കെ ചാറ് വേണം കറിക്കുക. അത് കാരണം ഞാൻ കുറച്ച് ചാറോട് കൂടിയിട്ട് തന്നെ നിർത്തണത്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ തന്നെ കോരി വെച്ച പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിര മസാല, മൂപ്പിച്ച മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് വിളമ്പാം. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് മാറ്റി ആക്കാം. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്താം. രണ്ട് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നമുക്ക് അലങ്കരിക്കാം. നമ്മുടെ മീൻ മുളകിൽ പറ്റിച്ചത് തയ്യാറായിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.